3 വർഷം സ്വന്തം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിരുന്ന ഒരു മൃതദേഹം ഒടുവിൽ ആ രഹസ്യം മറനീക്കി പുറത്തു വരാൻ വേണ്ടി വന്നത് 3 വർഷങ്ങൾ. സംഭവം നടക്കുന്നത് 1991-ലാണ്. ഒരു വലിയ ബംഗ്ലാവ്. ആ ബംഗ്ലാവിൻ്റെ പുറകുവശത്തായി കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനടിയിലാണ് ഇന്ത്യയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൻ്റെ രഹസ്യം 3 കൊല്ലങ്ങൾ ഒളിഞ്ഞിരുന്നത്. ആ 3 വർഷത്തിനിടയിൽ ആ ബംഗ്ലാവിൽ താമസക്കാരുണ്ടായിരുന്നു. പല അതിഥികളും അവിടെ വന്നുപോയി. ആഘോഷങ്ങൾ നടന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ആ വീടിൻ്റെ പിന്നിലുള്ള സ്ഥലത്ത് ഒരു സ്ത്രീയുടെ, ആ വീട്ടിലെ ഗൃഹനാഥയായിരുന്ന സ്ത്രീയുടെ അസ്ഥികൂടം കിടപ്പുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേരാണ് ഷക്കേറ നമാസ് എന്ന ഷക്കേറ ഖലീലി. ബംഗളൂരുവിലെ സമ്പന്നയും സാമൂഹിക പ്രവർത്തകയുമായിരുന്നു ഷക്കേറ ഖലീലി. സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരുമായി വളരെ നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ഷക്കേറ ഖലീലിയെ 1991 ഒരു മെയ് മാസത്തിൽ കാണാതായി. അവരെക്കുറിച്ച് ആർക്കും യാതൊന്നും അറിയില്ല. എവിടെ പോയെന്നോ, ആരെ കാണാൻ പോയെന്നോ, ആരോടൊപ്പമാണ് പോയതെന്നോ ഒന്നും അറിയില്ല. അവളുടെ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ പല കഥകളും ബന്ധുക്കളോട് പറഞ്ഞു. അതിൽ പലതും അവിശ്വസനീയമായിട്ടുള്ളതായിരുന്നു. അവർ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് ഇന്ത്യൻ നയതന്ത്രജ്ഞനായ അക്ബർ മിർസ ഖലീലിയെയായിരുന്നു. ഈ ബന്ധത്തിൽ ഷക്കേറയ്ക്ക് 4 പെൺമക്കളും ഉണ്ടായിരുന്നു. വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഷക്കേറയുടെയും അക്ബറിൻ്റെയും കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ തലപൊക്കി തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും വഴക്കുകൾ കൂടിക്കൂടി വന്നു. അങ്ങനെ ഇനി ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയില്ലെന്ന തീരുമാനത്തിൽ അവരെത്തി. ആ തീരുമാനം അവരെ കൊണ്ടെത്തിച്ചത് വിവാഹമോചനത്തിലേക്കായിരുന്നു. കുറേ കാലം അങ്ങനെ അങ്ങ് കടന്നുപോയി. ഇതിനിടയിൽ ഷക്കേറ മറ്റൊരാളുമായി സൗഹൃദത്തിലായി, മുരളി മനോഹർ മിശ്ര. ആ സൗഹൃദം വളർന്ന് പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തി. മുരളി മനോഹർ മിശ്ര പിന്നീട് അറിയപ്പെട്ടത് സ്വാമി ശ്രദ്ധാനന്ദ എന്ന പേരിലായിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ ഷക്കേറയുടെ സ്വത്തുക്കളിലും സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധാനന്ദ കൈകടത്താൻ തുടങ്ങി. അയാളുടെ ലക്ഷ്യം പണം മാത്രമായിരുന്നു. ശ്രദ്ധാനന്ദയും ഷക്കേറയും കൂടി ഒരു ജോയിന്റ് അക്കൗണ്ടും ബാങ്കിൽ തുടങ്ങി. ജോയിന്റ് ബാങ്ക് ലോക്കറുകളും എടുത്തു. പിന്നീട് അവർ SS ഹൗസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനവും ആരംഭിച്ചു. ഒരു വശത്ത് വലിയ സമ്പത്ത്, മറുവശത്ത് വീണ്ടും സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന ശ്രദ്ധാനന്ദ. ഇവിടെയാണ് കഥയുടെ ഏറ്റവും അപകടകരമായ ഭാഗം തുടങ്ങുന്നത്. പെട്ടെന്നൊരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ 1991 മെയ് മാസത്തിൽ ഷക്കേറയെ കാണാതായി. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് എന്തോ ഒരു സംശയം തോന്നി. ആരോടും പറയാതെ ഷക്കേറ അങ്ങനെ മാറി നിൽക്കുന്നതല്ല. ഷക്കേറയുടെ ആദ്യ വിവാഹത്തിലെ മകൾ സബാഹ ഖലീലി അമ്മയെ പലയിടങ്ങളിലും അന്വേഷിച്ചു. ഷക്കേറയെ കണ്ടവരാരുമില്ല. അവൾ ശ്രദ്ധാനന്ദയോടും അമ്മയെക്കുറിച്ച് അന്വേഷിച്ചു. ആദ്യം അയാൾ പറഞ്ഞത് ഷക്കേറ ഹൈദരാബാദിലേക്ക് പോയിരിക്കുകയാണെന്നാണ്. അങ്ങനെ 2-3 ദിവസം കാത്തു. ഷക്കേറയെ പറ്റി ഒരു വിവരവുമില്ല. വീണ്ടും സബാഹ ശ്രദ്ധാനന്ദയോട് അമ്മയെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴയാൾ പറഞ്ഞത് അവൾ കച്ചിലേക്ക് പോയിരിക്കുകയാണെന്നാണ്. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. ഷക്കേറയുടെ ബന്ധുക്കൾ ശ്രദ്ധാനന്ദയോട് വീണ്ടും അവളെക്കുറിച്ച് അന്വേഷിച്ചു. ഇത്തവണ അയാൾ പറഞ്ഞത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഭയന്ന് മാറി നിൽക്കുകയാണ് ഷക്കേറ എന്നാണ്. ശ്രദ്ധാനന്ദയുടെ ഈ വാക്കുകളിൽ പക്ഷെ ആർക്കും വിശ്വാസം വന്നില്ല. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. സബാഹ വീണ്ടും തൻ്റെ അമ്മയെപ്പറ്റി ശ്രദ്ധാനന്ദയോട് തിരക്കി. ഇക്കുറി അയാൾ പറഞ്ഞ കാര്യം വളരെ വിചിത്രമായിരുന്നു. അവൾ ഗർഭിണിയാണ്, പ്രസവിക്കാനായി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. ഇതായിരുന്നു അയാളുടെ ഇത്തവണത്തെ വാദം. ഒരു മകൾ തൻ്റെ അമ്മയെപ്പറ്റി ചോദിക്കുമ്പോൾ ഓരോ തവണയും ഓരോ കഥ. ഒരു തെളിവുമില്ല, ഫോൺ കോളില്ല, കത്തില്ല, അമേരിക്കയിലേക്ക് പോയതിൻ്റെ യാത്രാരേഖകളൊന്നുമില്ല. ഇതോടെ ഷക്കേറയുടെ ബന്ധുക്കൾക്ക് സംശയം കൂടി. അപ്പോഴേക്കും മാസങ്ങൾ കഴിഞ്ഞിരുന്നു. ഏകദേശം 1 വർഷമായപ്പോൾ സബാഹ തൻ്റെ അമ്മയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. എന്നിട്ടും ഷക്കേറയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഷക്കേറ എവിടെയാണെന്ന ചോദ്യം അവരുടെ കുടുംബത്തിനും പോലീസിനും ഒക്കെ ഉണ്ടായിരുന്നു. അവൾ ജീവനോടെയുണ്ടോ, അതോ മരണപ്പെട്ടോ, വിദേശത്താണോ, ഒളിവിലാണോ? ഈ ചോദ്യങ്ങളുടെ ഒന്നും ഉത്തരം ആർക്കും അറിയില്ലായിരുന്നു. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ശ്രദ്ധാനന്ദയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാം പോലീസിന് സംശയം തോന്നി. അയാളെ ചോദ്യം ചെയ്തു. പക്ഷേ അയാളിൽ നിന്ന് ഷക്കീറയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പോലീസിന് കിട്ടിയില്ല. വർഷം 1994. ഷക്കീറയെ കാണാതായിട്ട് അപ്പോഴേക്കും 3 കൊല്ലങ്ങളായിരുന്നു. ഷക്കീറയുടെ തിരോധാന കേസ് കർണാടക പോലീസ് വീണ്ടും ഊർജിതമാക്കി. ശ്രദ്ധാനന്ദയെ വീണ്ടും ചോദ്യം ചെയ്തു. ഇത്തവണ ചോദ്യം ചെയ്യലിൻ്റെ രീതി തന്നെ മാറിയിരുന്നു. അയാൾക്ക് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ കുറ്റം സമ്മതിച്ചു. ഷക്കീറയെ കൊലപ്പെടുത്തിയത് താനാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റസമ്മതം വലിയ ഒരു ആശ്വാസമായിരുന്നു. ഇനി കണ്ടെത്തേണ്ടത് ഷക്കീറയുടെ മൃതദേഹമാണ്. ഷക്കീറയെ എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് അയാളോട് ചോദിച്ചു. പിടിക്കപ്പെട്ടവന് പിന്നീട് എന്തു നോക്കാൻ? അയാൾ ഷക്കീറയെ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തു. 81 റിച്ച്മണ്ട് റോഡ്, ബംഗളൂരു. ആ വിലാസം ശ്രദ്ധാനന്ദയും ഷക്കീറയും താമസിച്ചിരുന്ന
അവരുടെ ബംഗ്ലാവിൻ്റേതായിരുന്നു. ശ്രദ്ധാനന്ദ ചൂണ്ടിക്കാണിച്ച ഇടം കുഴിച്ചു. ശ്രദ്ധാനന്ദയുടെയും ഷക്കേറയുടെയും കിടപ്പുമുറിക്ക് പുറത്ത് മുറ്റത്ത് ഒരു വലിയ കുഴി. കുഴിച്ചു ചെന്നപ്പോൾ മരം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ പെട്ടി. ആ പെട്ടിക്കുള്ളിൽ ഷക്കേറയുടെ അസ്ഥികൂടം. എല്ലാവരും ഞെട്ടിത്തെരിച്ചു. സ്വന്തം ഭാര്യയെ കൊന്നു കുഴിച്ചു മൂടിയിട്ടാണ് ശ്രദ്ധാനന്ദ 3 കൊല്ലത്തോളം ഒന്നും അറിയാത്തവനെ പോലെ ജീവിച്ചത്. ഷക്കേറയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച ശ്രദ്ധാനന്ദ വളരെ ആസൂത്രിതമായി കാര്യങ്ങൾ നീക്കി. ഷക്കേറയെ കുഴിച്ചുമൂടാൻ ശ്രദ്ധാനന്ദ ആദ്യം തന്നെ ഒരു വലിയ മരപ്പെട്ടി പണിയിപ്പിച്ചു വെച്ചിരുന്നു. വീടിൻ്റെ പിന്നിലായി ഒരു കുഴിയും തയ്യാറാക്കി. കൃത്യം നടത്താൻ തീരുമാനിച്ച ദിവസം ഷക്കേറയ്ക്ക് ശ്രദ്ധാനന്ദ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു. ഉറക്ക മരുന്ന് കഴിച്ച് ഷക്കേറ അബോധാവസ്ഥയിലായപ്പോൾ മെത്തയും ബെഡ്ഷീറ്റും ഉൾപ്പെടെ എടുത്ത് ഷക്കേറയോടൊപ്പം കുഴിയിലേക്ക് വെച്ചു. പിന്നെ മണ്ണിട്ട് മൂടി. അതിനു മുകളിൽ സിമൻറ്റ് ചെയ്ത് കല്ലുകൾ നിരത്തി. അങ്ങനെ ആ വീട്ടുമുറ്റം പഴയതുപോലെയാക്കി മാറ്റി ശ്രദ്ധാനന്ദ. ആരും ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ചോര മരവിപ്പിക്കുന്ന ഒരു ചോദ്യം ഇതിലുണ്ടായിരുന്നു. ഷക്കേറയെ മയക്കുമരുന്ന് കൊടുത്ത് ബോധരഹിതയാക്കിയിട്ടാണ് പെട്ടിയിലടച്ച് കുഴിച്ചു മൂടിയതെന്നാണ് ശ്രദ്ധാനന്ദ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ പെട്ടിയിലടയ്ക്കുമ്പോൾ അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നോ അതോ ജീവൻ പോയതിനു ശേഷമാണോ പെട്ടിയിലടച്ചത് എന്നുള്ളതിന് ഉത്തരമില്ല. കുഴിയിൽ നിന്ന് പുറത്തെടുത്ത പെട്ടിയിലെ ഷക്കേറയുടെ അസ്ഥികൂടം പോലീസും ഫോറൻസിക് വിദഗ്ധരും വിശദമായി പരിശോധിച്ചു. ഷക്കേറയുടെ തലയൊട്ടി സൂപ്പർ ഇമ്പോസിഷൻ നടത്തി. DNA പരിശോധിച്ചു. 2 പരിശോധനകളുടെയും ഫലം ഒന്നു തന്നെയായിരുന്നു. അസ്ഥികൂടം ഷക്കേറയുടേത് തന്നെയാണ്. ശ്രദ്ധാനന്ദയ്ക്ക് കോടീശ്വരിയും അറിയപ്പെടുന്ന പൊതുപ്രവർത്തകയുമായ ഭാര്യയെ കൊലപ്പെടുത്തേണ്ട ആവശ്യമെന്താണ്? എല്ലാവരെയും കുഴക്കിയ ഒരു ചോദ്യമായിരുന്നു അത്. സ്വത്തിനു വേണ്ടിയായിരുന്നു അയാൾ ആ ക്രൂരകൃത്യം ചെയ്തത്. ഷക്കേറയെ വിവാഹം കഴിച്ചതിനു ശേഷം അവളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്നത് ശ്രദ്ധാനന്ദ കൂടിയായിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളും ബാങ്ക് ലോക്കറുകളും 2 പേരുടെയും പേരിലായിരുന്നു. ശ്രദ്ധാനന്ദയുടെ പേരിൽ തൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള പവർ ഓഫ് അറ്റോർണിയും ഷക്കേറ കൊടുത്തിരുന്നു. സ്വത്തുക്കൾ തൻ്റെ പേരിലാക്കാൻ വേണ്ടിയാണ് ശ്രദ്ധാനന്ദ ഷക്കേറയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കേസിൽ 39 സാക്ഷികളും നിരവധി രേഖകളും ഉണ്ടായിരുന്നു. കേസിന്റെ വിചാരണ നടന്നു. 2005 മെയ് 20-ന് ബംഗളൂരു സെഷൻസ് കോടതി ശ്രദ്ധാനന്ദ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. കോടതി അയാൾക്ക് വിധിച്ചത് തൂക്കുകയറായിരുന്നു. ശിക്ഷയ്ക്കെതിരെ അയാൾ കർണാടക ഹൈക്കോടതിയിലെത്തി. എന്നാൽ സെഷൻസ് കോടതിയുടെ ശിക്ഷ ഹൈക്കോടതിയും ശരിവെക്കുകയാണ് ഉണ്ടായത്. ഹൈക്കോടതിയിലും തിരിച്ചടി കിട്ടിയതോടെ ശ്രദ്ധാനന്ദ സുപ്രീം കോടതിയിലെത്തി. 2008 ജൂലൈ 22 സുപ്രീം കോടതി ശ്രദ്ധാനന്ദയുടെ ശിക്ഷ ഇളവ് ചെയ്തു. വധശിക്ഷ റദ്ദാക്കി. പകരം ജീവിതാവസാനം വരെ തടവു ശിക്ഷ അനുഭവിക്കണമെന്നായിരുന്നു പരമോന്നത കോടതിയുടെ വിധി. സാധാരണ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതാണ്. ശ്രദ്ധാനന്ദയുടെ കാര്യത്തിൽ അയാൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയണം. ഇതായിരുന്നു വിധി. ഈ വിധി രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ കഥ അവിടം കൊണ്ടും അവസാനിച്ചില്ല. 3 വർഷം മണ്ണിനടിയിൽ ഒളിപ്പിച്ച ഒരു കൊലപാതകം, 2 പതിറ്റാണ്ടിലേറെ നീണ്ട ജയിൽ ജീവിതം, തൻ്റെ ശിക്ഷ ഇളവ് ചെയ്യണമെന്നും ജയിൽ മോചിതനാക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി 2024 ശ്രദ്ധാനന്ദ വീണ്ടും സുപ്രീം കോടതിയിലെത്തി. 2024 ഒക്ടോബർ 23-ന് സുപ്രീം കോടതി ശ്രദ്ധാനന്ദയുടെ റിവ്യൂ പെറ്റീഷൻ തള്ളി. എന്നാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 72, 161 എന്നിവ പ്രകാരം ഈ കേസിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി പരാമർശിച്ചു. ഒരു സ്ത്രീയെ കാണാതായപ്പോൾ 3 കൊല്ലം അവളുടെ കുടുംബം അവളെ അന്വേഷിച്ചു. അവൾ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഹൈദരാബാദ്, കച്ച്, ആദായ നികുതി പ്രശ്നങ്ങൾ, അമേരിക്കയിൽ പോയിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള പല ഉത്തരങ്ങളുമാണ് കിട്ടിയത്. പക്ഷെ അവൾ പോയത് അവിടേക്കൊന്നുമല്ലായിരുന്നു. അവൾ പോയത് തൻ്റെ വീട്ടുമുറ്റത്തെ മണ്ണിനടിയിലേക്കായിരുന്നു. അവളെ ഇല്ലാതാക്കിയവൻ 3 വർഷം ആ വീട്ടിൽ അവളുടെ കിടപ്പറയിൽ തന്നെ ഉറങ്ങി. പക്ഷേ മണ്ണിനടിയിൽ ആ സത്യം കാത്തുകിടന്നു. ആ മണ്ണ് മാറ്റിയപ്പോൾ കിട്ടിയത് ഒരു അസ്ഥികൂടം മാത്രമായിരുന്നില്ല. ഒരു കുടുംബത്തിൻ്റെ 4 പെൺമക്കളുടെ കാത്തിരിപ്പിൻ്റെ അവസാനം കൂടിയായിരുന്നു അത്. തൻ്റെ ഭർത്താവിനെ വിശ്വസിച്ച ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ദുരന്തപൂർണമായ പര്യവസാനവും. ഷക്കേറ കൊലക്കേസ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കുറ്റകൃത്യം എത്ര ആഴത്തിൽ മറച്ചുവെച്ചാലും താൻ അറിയാതെ കുറ്റവാളി അവശേഷിപ്പിച്ചിട്ട് പോയ ഏതെങ്കിലും ഒരു തെളിവ് ഒരു ദിവസം സംസാരിക്കും. അന്ന് സത്യം പുറത്തു വരും. എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും പല കഥകൾ പറഞ്ഞ് വർഷങ്ങളോളം മറച്ചുവെച്ചാലും ഒരു കുറ്റകൃത്യം എല്ലാ കാലത്തും മറച്ചു വയ്ക്കാൻ കഴിയില്ല. അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഷക്കേറ ഖലീലി കൊലക്കേസ് പറയുന്നത് അതാണ്.